അസാധാരണമായ സാഹചര്യത്തിലൂടെയാണ് സിനിമാ താരങ്ങളുടെ സംഘടനയായ അമ്മ കടന്നുപോകുന്നത്. അമ്മയിലെ തർക്കം എല്ലാ അർത്ഥത്തിലും വലിയ പോരായി മാറുകയാണ്. താനില്ല എന്ന് പറഞ്ഞൊഴിഞ്ഞു പോയ മുൻ അധ്യക്ഷ ശ്വേതാ മേനോൻ തിരികെ എത്തുന്നത് കടുത്ത ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ്. ഇന്നലെ ശ്വേതയുടെ രാഷ്ട്രീയ താല്പര്യങ്ങളുണ്ട് എന്ന വലിയ ആരോപണങ്ങൾ ഒരു വിഭാഗം നടികൾ ഉന്നയിച്ചതിന് പിന്നാലെ ഇന്നലെ വൈകിട്ടും ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ഇന്ന് രാവിലെയും തൻ്റെ നിലപാടുകൾ ശ്വേത കുന്നുകൂടി ശക്തമായി വ്യക്തമാക്കുകയാണ്. തനിക്കൊപ്പം സിനിമാ രംഗത്തെ മുൻനിര താരങ്ങൾ മമ്മൂട്ടിയും മോഹൻലാലും അടക്കമുള്ളവർ തനിക്കൊപ്പമുണ്ട് എന്നതാണ് അവർ ഉന്നയിക്കുന്ന വാദം. ഒപ്പം മറ്റൊരു കാര്യം കൂടി ഉന്നയിക്കുന്നു. തൻ്റെ പോരാട്ടം അമ്മയിലെ പവർ ഗ്രൂപ്പിനെതിരെ എന്നതാണ് ശ്വേതാ മേനോൻ്റെ വാദം. സാധാരണ സ്ത്രീ എന്ന നിലയിൽ പവർ ഗ്രൂപ്പിനെ ഒറ്റയ്ക്ക് നേരിടാൻ സാധിക്കില്ല. തൻ്റെ പോരാട്ടത്തിലൂടെ പവർ ഗ്രൂപ്പ് തുറന്നു കാട്ടപ്പെടും. അമ്മയുടെ ഫണ്ടിൽ നിന്ന് ചിലർ നടത്തിയ സാമ്പത്തിക തിരിമറികൾ കണ്ടെത്തി നിശബ്ദയാക്കാൻ ശ്രമിച്ചാൽ പിന്നോട്ടില്ലെന്നും ശ്വേത വ്യക്തമാക്കുന്നു. ആരോപണ പ്രത്യാരോപണങ്ങളിൽ വലയുകയാണ് താരസംഘടനയായ അമ്മ. തർക്കങ്ങൾ രാഷ്ട്രീയ ആരോപണങ്ങളിലേക്കും സാമ്പത്തിക ക്രമക്കേടിലേക്കും കടന്നതോടെയാണ് പ്രതിസന്ധി മൂർച്ഛിക്കുന്നത്. അദാനി ഗ്രൂപ്പിൻ്റെ പേരുകൂടി വന്നതോടെ വിവാദം പുതിയ തലത്തിലേക്കും നീങ്ങുകയാണ്. നവമി ദിനേശ് ചേരുന്നുണ്ട്. നവമി, ഇത് മുമ്പ് ഒരു കാലത്തും കാണാത്ത തരത്തിലേക്കാണ് ഈ പ്രതിസന്ധി കടന്നു പോകുന്നത്. സാമ്പത്തിക ആരോപണത്താലാണ് ശ്വേതാ മേനോൻ രാജിവെച്ച് പോയതെന്ന ഒരു വിഭാഗവും താൻ സാമ്പത്തിക അഴിമതി കണ്ടെത്തി അതാണ് തനിക്ക് മേലെ കുറ്റം ചാർത്തപ്പെട്ടതെന്ന് ശ്വേതാ മേനോനും ഉന്നയിക്കുന്നു. ഇത് സാമ്പത്തിക വിഷയത്തിൽ തന്നെ ഇത് വന്നു നിൽക്കുന്നു. അതിനൊപ്പം ഈ ശ്വേതാ മേനോൻ്റെ അവകാശവാദം മുൻനിര താരങ്ങൾ തനിക്കൊപ്പമുണ്ട് എന്നതാണ്. ആദ്യ ചോദ്യം, മമ്മൂട്ടിയും മോഹൻലാലും ആർക്കൊപ്പമാണ്? ഇവർ ഈ വിഷയത്തിൽ ഒരു പരസ്യ നിലപാട് എടുക്കുമോ? എടുക്കേണ്ട ഘട്ടമല്ലേ ഇത്? അതെ സജിത്ത്, വളരെ കൃത്യമായുള്ള ചോദ്യമാണ്. മമ്മൂട്ടി മോഹൻലാലും ആർക്കൊപ്പം? കാരണം മോഹൻലാൽ അന്ന് ജനറൽ ബോഡി യോഗത്തിൽ എത്തിയ ആളാണ്. വളരെ വൈകാരികമായിട്ടുള്ളൊരു പ്രസംഗം നടത്തിയൊരു വ്യക്തി കൂടിയാണ് മോഹൻലാൽ. അൻസിബ പറയുന്നത് മോഹൻലാലും മമ്മൂട്ടിയും തനിക്കൊപ്പമാണ്. തനിക്ക് പൂർണ്ണ പിന്തുണ അവർ നൽകിയിട്ടുണ്ട്. സോഷ്യൽ മീഡിയയിലടക്കം മോഹൻലാലിനോടൊപ്പം നിൽക്കുന്ന ചിത്രമൊക്കെ ഇട്ടുകൊണ്ടാണ് അൻസിബ അക്കാര്യം വ്യക്തമാക്കിയത്. അതേസമയം ഇന്നലെ ശ്വേതാ മേനോൻ ഇട്ട പോസ്റ്റിൽ പറയുന്നത് മമ്മൂട്ടി മോഹൻലാലും തനിക്കൊപ്പമാണ്. സംഘടനയിൽ നിന്നുകൊണ്ട് തന്നെ, അതായത് രാജി പ്രഖ്യാപിച്ചിരുന്നു ആദ്യം ശ്വേതാ മേനോൻ, പക്ഷേ ഇപ്പോൾ രാജി വെച്ചിട്ടില്ല. സംഘടനയിൽ തന്നെ നിന്നുകൊണ്ട് പോരാടാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. അപ്പോൾ മമ്മൂട്ടി മോഹൻലാലും പറഞ്ഞത് ശ്വേതാ മേനോനോട് സംഘടനയിൽ നിന്നുകൊണ്ട് തന്നെ ഈ പോരാട്ടം നയിക്കണം, സംഘടനയിൽ നിന്ന് പുറത്തു പോകരുത്, അപ്പോൾ അവരുടെ പിന്തുണ തനിക്ക് പൂർണ്ണമായും ഉണ്ടെന്നാണ് ശ്വേതാ മേനോൻ്റെ അവകാശവാദം. എന്തായാലും ഇരുവരും ഇതിലൊരു നിലപാട് വ്യക്തമാക്കുവാനും തയ്യാറായിട്ടില്ല. അൻസിബ പറയുന്നത് അങ്ങനെ ശ്വേതാ മേനോനോടൊപ്പമാണ് താരങ്ങളെങ്കിൽ അത് അവർ തന്നെ വന്ന് പറയട്ടെ എന്നാണ്. എന്തായാലും അവർ അത്തരത്തിലുള്ള പരസ്യ പ്രസ്താവനകളൊന്നും തന്നെ നടത്തിയിട്ടില്ല. മുതിർന്ന താരങ്ങളൊന്നും തന്നെ ഇതിൽ പ്രത്യേകിച്ച് അഭിപ്രായമൊന്നും പറഞ്ഞില്ല. അന്ന് ജനറൽ ബോഡി ചേർന്നപ്പോൾ ഉണ്ടായ പൊട്ടിത്തെറികളെന്ന് അതിനപ്പുറത്തേക്ക് പിന്നീട് എങ്ങോട്ടാണ് ഈ സംഘടനയുടെ കൂടുതൽ കാര്യങ്ങൾ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള വിവാദങ്ങളൊക്കെ കടക്കുന്നതെന്നാണ് നമ്മൾ ശ്രദ്ധിക്കുന്നത്. ഇപ്പോൾ ഏറ്റവും ഒടുവിലായി ഒരു സാമ്പത്തിക തട്ടിപ്പിലേക്ക് അല്ലെങ്കിൽ സാമ്പത്തിക ഇടപാടിലേക്ക് വന്ന് നിൽക്കുന്നു. അതിൽ അദാനി ഗ്രൂപ്പിൽ നിന്ന് പോലും ശ്വേതാ മേനോൻ പണം കൈപ്പറ്റി എന്നാണ് ഇന്നലെ മാലാപാർവതി അടക്കമുള്ളവർ ഗുരുതരമായിട്ടുള്ള ആരോപണവുമായി ഉന്നയിക്കുന്നത്. അതിൽ ഒരു BJP വനിതാ നേതാവിൻ്റെ അവരൊരു അഭിമുഖം നൽകിയത് ഉൾപ്പെടെ എടുത്തു കാട്ടിക്കൊണ്ടാണ് മാലാപാർവതി ആ പ്രസ് മീറ്റിൽ അത്തരം കാര്യങ്ങൾ വിശദീകരിക്കുന്നത്. അതിനാണ് മറുപടിയുമായി ശ്വേതാ മേനോൻ ഇന്ന് വീണ്ടും ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. അതിൽ ശ്വേതാ മേനോൻ പറയുന്നത് താരസംഘടനയായ അമ്മയിൽ ഒരു പവർ ഗ്രൂപ്പ് ഉണ്ട്. ഈ പവർ ഗ്രൂപ്പ് എന്ന പേര് നമ്മൾ ഇപ്പോഴല്ല കേൾക്കുന്നത്, മുൻപും കേട്ടിട്ടുണ്ട്. ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിലും ഹേമ കമ്മിറ്റിയിലും റിപ്പോർട്ടിലും ഈ പവർ ഗ്രൂപ്പ് എന്ന കാര്യം മെൻഷൻ ചെയ്യുന്നുണ്ട്. ആ പേര് തന്നെ എടുത്തു പറഞ്ഞുകൊണ്ടാണ് ശ്വേതാ മേനോൻ വീണ്ടും ആരോപണങ്ങളെല്ലാം ആവർത്തിക്കുന്നത്. സംഘടനയിൽ ഒരു പവർ ഗ്രൂപ്പ് ഉണ്ട്, അതിനെ താൻ പുറത്തു കൊണ്ടുവരും. സംഘടനയിൽ നിന്നുകൊണ്ട് അല്ലെങ്കിൽ ഒരു സ്ത്രീ എന്ന നിലയിൽ ഒറ്റയ്ക്ക് തനിക്ക് ആ പവർ ഗ്രൂപ്പിനെതിരെ പോരാടാൻ കഴിയില്ല. അവരുടെ അതായത് മുമ്പുള്ള ഭരണസമിതി, ബാബുരാജിൻ്റെ ഭരണസമിതിയിൽ വലിയ അഴിമതി നടന്നു. അവർ വലിയ സാമ്പത്തിക തിരിമറി നടത്തി. അത് താൻ കണ്ടെത്തി. അത് പുറത്തുവിടുമെന്ന് ഉറപ്പായപ്പോഴാണ് തനിക്കെതിരെ ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ, തന്നെ അപമാനിക്കുന്ന തരത്തിലേക്ക് ഇവരുടെയൊക്കെ പ്രസ്താവനകൾ കടന്നതെന്നാണ് ശ്വേതാ മേനോൻ ആവർത്തിക്കുന്നത്. പാവപ്പെട്ട കുറച്ചു പേർക്ക് സഹായത്തിന് വേണ്ടിയിട്ടുള്ള പണമാണ് നമ്മൾ സ്വരൂപിക്കുന്നത്. അതിൽ ഹിന്ദു എന്നോ മുസ്ലിം എന്നോ ക്രിസ്ത്യാനി എന്നോ അദാനി എന്നോ നോക്കാറില്ല എന്നുകൂടിയാണ് ശ്വേതാ മേനോൻ പറഞ്ഞു വെക്കുന്നത്. അങ്ങനെ തന്നെ നിശബ്ദയാക്കാൻ നോക്കണ്ട, തനിക്ക് പറയാനുള്ളതെല്ലാം പറയും, താൻ പോരാട്ടം തുടരുമെന്ന് കൂടിയാണ് ശ്വേതാ മേനോൻ തുറന്നടിക്കുന്നത്. മാധ്യമങ്ങളെ കണ്ടേക്കും ശ്വേതാ മേനോൻ എന്ന് പറയുന്നുണ്ടെങ്കിൽ പോലും അതിലിപ്പോഴും വ്യക്തത വന്നിട്ടില്ല. സോഷ്യൽ മീഡിയയിലൂടെ മാത്രമാണ് ശ്വേതാ മേനോൻ നിലവിൽ പ്രതികരണം നടത്തുന്നത്. തൻ്റെ പക്കൽ എല്ലാ തരത്തിലുള്ള തെളിവുകളുമുണ്ട് എന്നുകൂടിയാണ് ശ്വേതാ മേനോൻ വ്യക്തമാക്കുന്നത്. സജിത്ത്.
യെസ്, ശ്വേതാ മേനോൻ്റെ വാദം അതാണ്. അതിലെന്ത് സംഭവിക്കുമെന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും ഒരു കാര്യം വ്യക്തമാണ്, ഈ വിഷയത്തിൽ മുൻനിര താരങ്ങൾ നിലപാടെടുക്കേണ്ട ഒരു ഘട്ടത്തിലേക്ക് തന്നെ ഇത് പോകുന്നു എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. നവമി, ഒരു കാര്യം കൂടി, ഇതൊരു സിനിമാ താരങ്ങളുടെ സംഘടനയിലെ പ്രശ്നം എന്നതിനപ്പുറം ഇത് പൊതുസമൂഹത്തിന് മുന്നിലൂടെ ഈ വിഷയം സാമ്പത്തിക വിഷയമാണ്, അതിന് ചില രാഷ്ട്രീയ ബന്ധങ്ങളൊക്കെ ആരോപിക്കുന്നു. ഈ തരത്തിൽ കൂടി ഇത് ഉയർന്നു വരികയാണ്. അപ്പോൾ ഇതിൽ ഒരു വ്യക്തത എല്ലാവരും വരുത്തേണ്ടി വരില്ലേ? കാരണം മമ്മൂട്ടിയും മോഹൻലാലും എന്തുകൊണ്ട് ഇടപെടണം എന്ന് ചോദിച്ചാൽ, ശ്വേതാ മേനോൻ അവകാശപ്പെടുന്നു എനിക്കൊപ്പമാണ് ഈ താരങ്ങൾ എന്ന് പറയുന്നു, മറുവിഭാഗം പറയുന്നു അവരുടെ കൂടെ താല്പര്യം പരിഗണിച്ചാണ് ഇവർ ഒഴിഞ്ഞു പോയതെന്ന് പറയുന്നു. അപ്പോൾ ഇതിൽ അവരുടെ ഒരു നിലപാട് പ്രഖ്യാപനം ഉണ്ടാകുമോ? ഈ പറയുന്നത് പോലെ ഒരു ജനറൽ ബോഡി വിളിക്കലൊക്കെ ഇനി അടുത്ത ദിവസങ്ങളിൽ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ടോ? ജനറൽ ബോഡി വൈകാതെ തന്നെ വിളിക്കുമെന്നാണ് തോന്നുന്നത് സജിത്ത്. കാരണം അങ്ങനെ രൂക്ഷമായിക്കൊണ്ടിരിക്കുകയാണ് ഈ സംഘടനയിലെ ആരോപണങ്ങൾ. ഓരോ ദിവസം കഴിയുന്തോറും ഓരോ പുതിയ സംഭവങ്ങളാണ് പുറത്തേക്ക് വരുന്നത്. ഇനിയും ഇത് മുന്നോട്ട് കൊണ്ടുപോയാൽ സംഘടനയെ ആകെ നാണക്കേടിലാക്കുന്ന തരത്തിൽ, അല്ലെങ്കിൽ പൊതുസമൂഹത്തിന് മുന്നിൽ സംഘടനയെ വളരെ മോശമാകുന്ന രീതിയിലേക്ക് തന്നെയായിരിക്കും അംഗങ്ങൾ കൊണ്ടെത്തിക്കുക. അതുകൊണ്ട് എത്രയും വേഗം മുതിർന്ന താരങ്ങൾ ഇടപെട്ട് ഇതിനൊരു പ്രശ്നപരിഹാരം ഉണ്ടാക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. പക്ഷേ ശ്വേതാ മേനോനൊന്നും ഇതിൽ നിന്ന് പിന്മാറാനും ഉദ്ദേശിക്കുന്നില്ല. കാരണം അത്രമാത്രം അപമാനമാണ് അവർ ആ ജനറൽ ബോഡി യോഗത്തിൽ ഏറ്റതെന്നാണ് ആവർത്തിച്ച് പറയുന്നത്. സംഘടനയിൽ നിന്ന് മുതിർന്ന താരങ്ങൾ മല്ലിക സുകുമാരനടക്കം രാജിവെച്ച് പുറത്തു പോകുന്ന സാഹചര്യമൊക്കെ വലിയ പ്രതിസന്ധിയിലേക്ക് തന്നെയാണ് സംഘടനയെ കൊണ്ടെത്തിക്കുന്നത്. വർഷങ്ങളായി, അല്ലെങ്കിൽ സംഘടന തുടങ്ങിയ സമയം മുതലുള്ളവരാണ് മല്ലിക സുകുമാരനൊക്കെ. അപ്പോൾ അവരുടെ ഭാഗം കേൾക്കാതെ, അല്ലെങ്കിൽ അവരവരുടെ നിലപാട് പറയുമ്പോൾ മൈക്ക് തട്ടിപ്പറിക്കുന്ന സാഹചര്യങ്ങളിലേക്ക് പോലും പല താരങ്ങളും എത്തിച്ചു എന്നതൊക്കെ ഗുരുതരമായിട്ടുള്ള ആരോപണമായാണ് കണക്കാക്കുന്നത്. എനിക്ക് മമ്മൂട്ടി മോഹൻലാലും ഒക്കെ ഇതിലൊരു പ്രതികരണം നടത്തുമോ എന്ന് തോന്നുന്നില്ല. കാരണം അവർ ഇതൊക്കെ സംഘടനയ്ക്കുള്ളിൽ തന്നെ തീർക്കാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങളാണ്. പക്ഷേ നമുക്ക് ശ്രമിക്കാം. അവരുടെ പ്രതികരണം ഉണ്ടായേക്കും, അവർ ചിലപ്പോൾ പ്രതികരിച്ചേക്കും. കാരണം സംഘടനയെ അവർ അത്രമാത്രം സ്നേഹിക്കുന്നുണ്ട്. ആ സംഘടനയ്ക്ക് വേണ്ടി വളരെ പ്രയത്നിക്കുന്നവർ തന്നെയാണ് മമ്മൂട്ടിയും മോഹൻലാലും ഉൾപ്പെടെയുള്ളവർ. എന്നാലും അവർക്കൊക്കെ ഏറെ വേദനയോടുകൂടി തന്നെയാണ് ഈ കാര്യങ്ങളെല്ലാം നോക്കിക്കാണുന്നത്. അന്ന് ജനറൽ ബോഡി യോഗത്തിലും മോഹൻലാലും അത് പരാമർശിക്കുകയും ചെയ്തിരുന്നു. സംഘടനയെ തകർക്കാൻ ആരും നോക്കേണ്ട എന്നാണ് മോഹൻലാൽ അന്ന് പ്രസ്താവന നടത്തിയത്. എന്തായാലും രമേശ് പിഷാരടി അടക്കം കൺവീനർ സ്ഥാനത്ത് നിന്ന് മാറി. പിഷാരടിക്കും വലിയ വേദനയോടുകൂടി തന്നെയാണ് ഒരു സംഘടനയെ വളരെ മനോഹരമായി മുന്നോട്ട് കൊണ്ടുപോവുക, പ്രശ്നങ്ങളെല്ലാം അവസാനിപ്പിക്കാം എന്നുള്ളൊരു നിലയിലാണ് ഈ കൺവീനർ സ്ഥാനം താൻ ഏറ്റെടുത്തത്. പക്ഷേ പിന്നീട് നടക്കുന്ന ആരോപണങ്ങളിലെല്ലാം തനിക്കേറെ വേദനയുണ്ടെന്ന് രമേശ് പിഷാരടി പറയുകയും ചെയ്യുന്നുണ്ട്. യുവതാരങ്ങളടക്കം ഇത്തരത്തിൽ പൊതുസമൂഹത്തിന് മുന്നിൽ സംഘടനയെ വളരെ മോശമാകുന്ന രീതിയിലേക്ക് എത്തിക്കുന്നതിൽ വലിയ വിരോധമുണ്ട്. അജു വർഗീസ് അടക്കം ആ യോഗത്തിൽ അത് പറയുകയും ചെയ്തു. അതുകൊണ്ട് തന്നെയാണ് യുവതാരങ്ങൾ ആരും ഈ ജനറൽ ബോഡി യോഗത്തിൽ പങ്കെടുക്കാത്തതെന്നാണ് അജു വർഗീസ് വാദിക്കുന്നത്. അങ്ങനെ പല തരത്തിലുള്ള പ്രശ്നങ്ങൾ തന്നെയാണ് സംഘടനയിലുള്ളത്. ഈ ശ്വേതാ മേനോൻ വരാം. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.